അല്ല ഒന്നും പറയാൻ ഇല്ല ബ്രോ, കാരണം കുറച്ച് നീക്കി പിടിക്കും ബ്രോ. ആദ്യം ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം ലാഗിലൂടെ അങ്ങ് പോയി. പക്ഷേ സിനിമ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനിമേഷൻ രീതിക്കാണ് പടം എടുത്തിട്ടുള്ളത്. എന്താ പറയുക, എനിക്ക് ഇഷ്ടമായി, പക്ഷേ കുറച്ച് ലാഗ്. ടോട്ടലി നെഗറ്റീവാണ്. കാര്യം എന്താണ്, ഇതിൻ്റെ ഒരു തീമുണ്ടല്ലോ, ഏതൊരു ഫിലിമിനും അതിൻ്റെ തീമുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടും, കുറച്ച് പേർക്ക് നെഗറ്റീവായിരിക്കും. അടുത്ത് VFX ചെയ്തേക്കുന്നത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു മഹാഭാരതം അവരൊക്കെ പുള്ളിനെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടാണ് ചെയ്തത്. കളിക്ക് കൊള്ളായിരുന്നു, നല്ല പടം. ഫസ്റ്റ് ഹാഫ് ചിലയിടത്തൊക്കെ കണക്റ്റഡ് ആയില്ലെന്ന് തോന്നി. സെക്കൻഡ് ഹാഫ് കൊള്ളാം, മാസ് കൊള്ളാം, നല്ല രസം. പടം കൊള്ളാം, നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ നല്ല കുറച്ച് ഹോളിവുഡ് ലെവലിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചിലർക്ക് ഇഷ്ടപ്പെടും, കുറച്ച് പേർക്ക് നെഗറ്റീവായിരിക്കും. പക്ഷെ കൊള്ളാം, കണ്ടിരിക്കാന്നേ ഉള്ളൂ, നല്ല രീതിയിലുണ്ട്. സിനിമ കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു. ഇഷ്ടപ്പെട്ട്. മഹാഭാരത സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. തിരിച്ചു വരാനാണ് പടം കൊള്ളാം, കിടിലം പടം. സെക്കൻഡ് പാർട്ടാണ് വെയിറ്റിംഗ്. അയ്യോ, ടോട്ടലി ഡിസാറ്റിസ്ഫൈഡ്. കാര്യം എന്താണ് കഥയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ മഹാഭാരതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഈ യുഗത്തിലെ കാര്യങ്ങൾ അത്ര തന്നെ. ടോട്ടലി നെഗറ്റീവാണ്. കാര്യം എന്താണ്, ഇതിൻ്റെ ഒരു തീമുണ്ടല്ലോ, ഏതൊരു ഫിലിമിനും അതിൻ്റെ തീമുണ്ട്. പക്ഷേ ഇത് എന്ത് തീമിൻ്റെ ബേസിലെടുത്തെന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മഹാഭാരതത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, പിന്നെ ക്യാരക്ടേഴ്സ്, മഹാഭാരതത്തിൽ യുദ്ധം ചെയ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ച്, കൃഷ്ണൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ടോട്ടലി ഡിസാറ്റിസ്ഫൈഡ്, ഒന്നുമില്ല. പിന്നെ കുറച്ച് നമ്മൾ എന്താ പറയുക, ആദ്യത്തെയൊക്കെ പറയാൻ പറ്റുന്നില്ല, ടു ബി ഫ്രാങ്ക്. ഇല്ല, ഞാൻ കരുതില്ല. കിടിലം പടം, കിടിലം. വിജയ് ദേവർകൊണ്ടയൊക്കെ കിടിലായിരുന്നു, പ്രഭാസും കിടിലായിരുന്നു, അമിതാഭ് ബച്ചൻ വേറെ ലെവലായിരുന്നു. ആദ്യം ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം ലാഗിലൂടെ അങ്ങ് പോയി. പക്ഷേ അവസാനം കിടിലായിരുന്നു. ആ 30 മിനിറ്റ് വേറെ ലെവലായിരുന്നു. എടുത്തു പറയാൻ ദുൽഖറിന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതൊരു ചെറിയ ഡിസപ്പോയിൻ്റായി. ബാക്കിയെല്ലാം കുഴപ്പമില്ല, സൂപ്പറായിരുന്നു. എന്താ പറയുക, എനിക്ക് ഇഷ്ടമായി, പക്ഷേ കുറച്ച് ലാഗ്, ഒരു നല്ല ലാഗ് ഫീൽ ചെയ്ത്. അതെ, റിവ്യൂ കണ്ടിട്ടാണ് വന്നത്. നല്ല ലാഗ് ഫീൽ ചെയ്ത്. അതെന്താണെന്ന് അറിഞ്ഞൂടാ, എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല ചിലത്. അങ്ങനെ പറയാൻ പറ്റില്ല. നല്ല വിഷ്വലി നല്ല സ്റ്റാൻഡിങ് ആയിരുന്നു. അതെ, ലാഗ് നല്ലതായിട്ട് അറിഞ്ഞു. പിന്നെ പ്രഭാസിൻ്റെയും അമിതാഭ് ബച്ചൻ്റെയൊക്കെ റോള് അടിപൊളിയായിരുന്നു. കൽക്കിയെ പറ്റി പറയാനാണെങ്കിൽ ഒരു അവതാർ പോലെയൊക്കെ ഇംഗ്ലീഷ് മൂവിയൊക്കെ പറ്റി കണ്ടതുപോലെ ഒരു ഫീലാണ്. അല്ലാതെ ഒരു പുതിയൊരു രീതിക്ക് എടുത്തിട്ടുള്ള രീതിക്കൊന്നുമില്ല. കാരണം ആ സിനിമ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനിമേഷൻ രീതിക്കാണ് പടം എടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അടുത്ത പാർട്ടി വേണ്ടി വെയിറ്റിംഗ് ആണ്. ഗ്രാഫിക്സ് ഒക്കെ നല്ല ഇതായിട്ടാണ് തോന്നിയത്. പിന്നെ അമിതാഭ് ബച്ചൻ്റെ ഗ്രാഫിക്സ് അല്പം മോശമായിട്ട് തോന്നി. ബാക്കിയെല്ലാം കൊള്ളാം. അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അല്ല ഒന്നും പറയാൻ ഇല്ല ബ്രോ, കാരണം നല്ല മൂവി തന്നെയാണ്, ഉറപ്പായിട്ടും കാണണം. കുറച്ച് നീക്കി പിടിക്കും ബ്രോ. അല്ല ഇതിപ്പം പറയാനായിട്ട് എന്താ പറയുക, മൂവി വന്നിട്ട് ഇപ്പം നമുക്ക് ആ ഒരു മഹാഭാരതം ടച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നല്ല മൊമെൻ്റാണ്. പിന്നെ ഇതൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റയർലി മൂവി അടിപൊളിയാണ്. ഇനി അടുത്തൊരു സെക്കൻഡ് പാർട്ട് വരാനുണ്ട്, അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നോക്കാം. മൂവി മൊത്തത്തിൽ അടിപൊളിയാണ്.